അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ ഡൊർമാമുവിൻ്റെ അടുത്തേക്ക് ചെന്നതും അപ്പോൾ തന്നെ ഡൊർമാമു ആണെങ്കിൽ നീ ആരാണെന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനെ കളിയാക്കിക്കൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ചിനോട് ചോദിച്ചതും ഞാനാണ് സോർസർ സുപ്രീം എന്ന് പറഞ്ഞ് തൻ്റെ മാജിക് വിദ്യ ഉപയോഗിച്ച് ഡൊർമാമുവിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ കാർമേഘത്തെ കൊണ്ടുവന്ന് അതിൽ നിന്ന് മഴ പെയ്ച്ച് ഡൊർമാമുവിനെ നനയ്ക്കുകയാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്. പക്ഷേ ആ മഴ നനഞ്ഞ് ഒരു ജലദോഷ പനി പോലും പിടിക്കാത്ത ഡൊർമാമു അപ്പോൾ തന്നെ ആ കാർമേഘത്തെ മുഴുവൻ നശിപ്പിച്ച് ഡോക്ടർ സ്ട്രേഞ്ചിന് നേരെ വലിയ വലിയ തീഗോളങ്ങൾ വലിച്ചെറിഞ്ഞ് ഡോക്ടർ സ്ട്രേഞ്ചിനെ കൊല്ലാൻ നോക്കുകയാണ്. ഭാഗ്യത്തിന് അതിൽ നിന്നെല്ലാം ഡോക്ടർ സ്ട്രേഞ്ച് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. മാത്രമല്ല ഡൊർമാമുവിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുവാൻ ഡോക്ടർ സ്ട്രേഞ്ച് നന്നായി നോക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ സ്ട്രേഞ്ചിന് ഡൊർമാമുവിനെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ തൻ്റെ ദേഹത്തു നിന്നും വലിയൊരു തീ കൊണ്ട് നിർത്താതെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡൊർമാമു അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഒരു ഷീൽഡ് നിർമ്മിച്ച് ഡോക്ടർ സ്ട്രേഞ്ച് അറ്റാക്കിനെ തടയുവാൻ നോക്കുന്നുണ്ടെങ്കിലും ഡൊർമാമുവിൻ്റെ അറ്റാക്കെല്ലാം ഏറ്റ് ആ ഷീൽഡ് തകരുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന വോങ് ആണെങ്കിൽ ഡൊർമാമുവിൻ്റെ കൈകൊണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് ഉടനെ മരിക്കാൻ പോവുകയാണെന്ന കാര്യമെല്ലാം തിരിച്ചറിഞ്ഞതും അപ്പോൾ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെ സഹായിക്കുവാനായി വോങ് ഒരു കാര്യം ചെയ്യുകയാണ് അവിടെ.